വിരാട് കോഹ്ലിക്ക് കാൽമുട്ടിനേറ്റ പരിക്കിനെ തുടർന്ന് തീർത്തും അപ്രതീക്ഷിതമായി ഇന്ത്യയുടെ പ്ലേയിങ് 11-ൽ ഇടം പിടിച്ച ശ്രേയസ് അയ്യർ തനിക്ക് കിട്ടിയ ഗോൾഡൻ ചാൻസ് വിട്ടുകളഞ്ഞില്ല. ആക്രമിച്ചു കളിക്കാൻ തുടങ്ങി. അത് അദ്ദേഹത്തെ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ പ്ലേയിങ് 11-ൽ സ്ഥിര സാന്നിധ്യമാക്കി മാറ്റി. ഇന്നിപ്പോഴിതാ മറ്റൊരു നേട്ടവും അദ്ദേഹത്തെ കാത്തിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം പുറത്തുവന്ന PCCIയുടെ വാർഷിക കരാർ പട്ടികയിൽ നിന്ന് സൂപ്പർ താരങ്ങളായ ശ്രേയസ് അയ്യർ, ഇഷാൻ കിഷർ എന്നിവർ പുറത്തായിരുന്നു. ആഭ്യന്തര ക്രിക്കറ്റിൽ കളിക്കാനുള്ള BCCI നിർദ്ദേശം അവഗണിച്ചതാണ് ഇവർക്ക് തിരിച്ചടിയായത്. ഇഷാൻ കിഷൻ ഇതിനുശേഷം ദേശീയ ടീമിൽ തിരിച്ചെത്തിയിട്ടില്ല. എന്നാൽ ശ്രേയസ് അയ്യർ തിരിച്ചെത്തുകയും ടീമിനായി മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്തു. നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ICC ചാമ്പ്യൻസ് ട്രോഫിയിലും ഉജ്ജ്വല ഫോമിലാണ് ശ്രേയസ് കളിക്കുന്നത്. മധ്യനിരയിൽ ഇന്ത്യയുടെ വിശ്വസ്ത ബാറ്ററായി കഴിഞ്ഞ ശ്രേയസ് 4 കളിയിൽ നിന്ന് 195 റൺസ് നേടിക്കഴിഞ്ഞു. ചാമ്പ്യൻസ് ട്രോഫിയിൽ മിന്നും ഫോമിൽ കളി തുടരുന്നതിനിടെ ശ്രേയസിന് ഇപ്പോഴിതാ മറ്റൊരു കാര്യത്തിലും കോളടിക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. BCCIയുടെ ഈ വർഷത്തെ വാർഷിക കരാർ പട്ടികയിൽ ശ്രേയസിനെ ഉൾപ്പെടുത്താൻ BCCI തയ്യാറെടുക്കുന്നതായാണ് റിപ്പോർട്ടുകൾ. സമീപകാലത്ത് ഇന്ത്യൻ ടീമിനായി കാഴ്ചവെക്കുന്ന മിന്നും പ്രകടനങ്ങളാണ് ശ്രേയസിനെ വാർഷിക കരാർ പട്ടികയിൽ വീണ്ടും ഉൾപ്പെടുത്താൻ BCCIയെ പ്രേരിപ്പിക്കുന്നത്. ശുഭ്മാൻ ഗിൽ, ഋഷഭ് പന്ത്, അക്സർ പട്ടേൽ, യശസ്വി ജയ്സ്വാൾ എന്നീ 4 താരങ്ങൾക്ക് പുതിയ കരാറിൽ പ്രമോഷനും ലഭിച്ചേക്കും. ഇവർ നിലവിലെ ഗ്രേഡിൽ നിന്ന് ഒരു പടി മുന്നിലേക്ക് കയറുമെന്നാണ് സൂചനകൾ. ICC ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിന് ശേഷമാകും BCCI പുതിയ വാർഷിക കരാർ പട്ടിക പുറത്തുവിടുക. നിലവിൽ 4 ഗ്രേഡുകളിലായിട്ടാണ് BCCI താരങ്ങൾക്ക് വാർഷിക കരാറുകൾ നൽകുന്നത്. A+, A, B, C എന്നിങ്ങനെയാണ് കരാറുകൾ. ഇതിൽ A+ ഗ്രേഡ് കരാർ ലഭിക്കുന്ന താരങ്ങൾക്ക് ഒരു വർഷം 7 കോടി രൂപ ലഭിക്കും. A ഗ്രേഡ് കരാറുള്ള കളിക്കാർക്ക് 5 കോടി രൂപയും, ഗ്രേഡ് B കരാറുള്ള കളിക്കാർക്ക് 3 കോടി രൂപയും, ഗ്രേഡ് C കരാറുള്ള താരങ്ങൾക്ക് 1 കോടി രൂപയുമാണ് ലഭിക്കുക. 4 താരങ്ങളാണ് നിലവിൽ BCCIയുടെ A+ കരാറിൽ ഉള്ളത്. രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, ജസ്പ്രീത് ബുംറ, രവീന്ദ്ര ജഡേജ എന്നിവരാണിത്. ഇതിൽ T20യിൽ നിന്ന് വിരമിച്ചതിനാൽ രോഹിത്, കോഹ്ലി, ജഡേജ എന്നിവർക്ക് A+ കരാർ നഷ്ടപ്പെട്ടേക്കുമെന്ന് സൂചനകളുണ്ട്. നിലവിൽ ഗ്രേഡ് A കരാറുള്ള താരങ്ങൾ R അശ്വിൻ, മുഹമ്മദ് ഷമി, മുഹമ്മദ് സിറാജ്, KL രാഹുൽ, ശുഭ്മാൻ ഗിൽ, ഹർദിക് പാണ്ഡ്യ എന്നിവരാണ്. സൂര്യകുമാർ യാദവ്, ഋഷഭ് പന്ത്, കുൽദീപ് യാദവ്, അക്സർ പട്ടേൽ, യശസ്വി ജയ്സ്വാൾ എന്നിവരാണ് ഗ്രേഡ് B കരാറുള്ള താരങ്ങൾ. സഞ്ജു സാംസൺ, റിങ്കു സിംഗ്, തിലക് വർമ്മ, ഋതുരാജ് ഗെയ്ക്വാദ്, ഷർദുൽ താക്കൂർ, ശിവം ദുബെ, രവി ബിഷ്ണോയ്, ജിതേഷ് ശർമ്മ, വാഷിംഗ്ടൺ സുന്ദർ, മുകേഷ് കുമാർ, ഹർഷ്ദീപ് സിംഗ്, KS ഭരത്, പ്രസിദ്ധ് കൃഷ്ണ, ആവേശ് ഖാൻ, രജത് പാട്ടീദാർ എന്നിവരാണ് ഗ്രേഡ് C കരാറിലുള്ള താരങ്ങൾ.